ചക്ക തൊണ്ട് കളഞ്ഞ് അടപ്പത്ത് വെച്ചിരിക്കുന്നു. ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് വച്ചിരിക്കുന്നു. ഒരു 4 വിസിലടിച്ചാൽ മതി. നമുക്കത് തേങ്ങ ചേർക്കാത്ത ഉപ്പേരിയായിട്ട് എടുക്കാം. ചൂടായി കുറച്ച് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വെക്കണ അരി കടുക് ചേർത്ത് കൊടുക്കാം. നാല് ചുള വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചെറിയുള്ളി തന്നെ വേണം. ചതച്ച മുളക്, ഇളക്കി കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ച ഇടിയഞ്ചക്ക നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചു വച്ചിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് ഉതിർത്തി ഇതുപോലെ ഉടച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളിയും മുളകും എല്ലാം മൂത്തിരിക്കണം. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ച ഇടിയഞ്ചക്ക ഇതിലേക്കിടാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ തേങ്ങ ചേർക്കണില്ല. ഇടിയഞ്ചക്ക ഉപ്പേരിന്നോ മെഴുക്കുവരട്ടിന്നോ എന്ത് വേണമെങ്കിലും പറയാം. യാതൊരു തേങ്ങ ചേർത്തില്ല വെച്ചിട്ട് ഒരു സ്വാദ് കുറവുമില്ല. നല്ല സ്വാദാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ കേട്ടോ. ഇടിയഞ്ചക്ക തേങ്ങയൊന്നും ചേർക്കാതെ ഇതുപോലെ ഉപ്പേരിയായിട്ട് ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കി. തേങ്ങ ചേർക്കാതെ ഇടിയഞ്ചക്ക ഉപ്പേരിയായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. മെഴുക്ക് പുരട്ടിയെന്നോ അടിപൊളി രുചിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് പൊടിക്കൈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം.